ഒരു വിഭാഗം പറയുന്നു ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമുകൾ അത് ദീനിൻ്റെ ഭാഗമാണെന്നും അത് നടത്തണമെന്നും അത്തരത്തിൽ നടത്തുന്നില്ലെങ്കിൽ അവനൊക്കെ ബിദഅയാണ് എന്ന നിലക്ക് ബദരീങ്ങളെ സ്നേഹിക്കുക എന്ന പേരിൽ ഒരുപാട് ആഘോഷ ആചാര ഇബാദത്തുകൾ നിർവഹിക്കുന്ന ഒരു വിഭാഗം അവർ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം ബദരീങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്, അവരെ നമ്മൾ ആദരിക്കണം, പക്ഷേ ഒരിക്കലും ആരാധിക്കാൻ പാടില്ല, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർ പഠിപ്പിക്കാത്ത രൂപത്തിൽ പ്രത്യേകമായി കൊണ്ടുള്ള ആഘോഷ ആചാര ഇബാദത്തുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുവിഭാഗവും സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ചർച്ചകൾ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം. അതിൽ ഒന്നാമത്തെ കാര്യം, ബദറിന് പ്രാധാന്യമുണ്ട്, ബദരീങ്ങൾക്ക് സ്ഥാനമുണ്ട്. രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന കാര്യമാണിത്. ബദർ എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു യുദ്ധമായിരുന്നെങ്കിൽ, മുസ്ലിമീങ്ങൾ വിജയിച്ച ഒരു യുദ്ധമായിരുന്നെങ്കിൽ, ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്ത ഒരു യുദ്ധമായിരുന്നെങ്കിൽ അതിന് സ്ഥാനമുണ്ട് എന്നതിൽ സംശയമില്ല. അതിൽ പങ്കെടുത്തവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്നുള്ളതും പ്രാമാണികമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. അഥവാ ബദരീങ്ങൾക്കും ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. എന്നാൽ ഈ ബദർ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി രണ്ടാമത്തെ വർഷം, ഹിജറ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വഫാത്താകുന്നത് ഹിജറ 11-നാണ്. ഇതിനിടയിൽ എന്തായാലും ഒരു 5, 6, 7, 8 ഒക്കെ ബദർ കഴിഞ്ഞു പോകേണ്ടതാണല്ലോ. അല്ല, റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബദറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം നിർവഹിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? ഇല്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ബദറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതൊരിക്കലും റമദാനിൽ ബദർ ആഘോഷങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അല്ലാഹ് പറയുന്നത് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ഏറ്റവും പ്രയാസകരമായൊരവസ്ഥയിൽ, നിങ്ങൾ ദുർബലരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ് ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വിശുദ്ധ ഖുർആനിലെ 6000-ത്തിലധികം ആയത്തുകൾ പരിശോധിച്ചാൽ ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റമദാൻ 17 നടക്കുന്ന പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഖുർആനിൽ ഒരായത്ത് പോലും, ആയത്തിൻ്റെ ഒരു വരി പോലും ഇല്ല. ഒന്നാമത്തെ വിഷയം അതാണ്, ഖുർആനിലില്ല എന്തായാലും. ഇനി രണ്ടാമത്തെ വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ഹിജറ 2-ാമത്തെ വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നതെങ്കിൽ അതിനുശേഷം 3 ഉണ്ട്. ഹിജറ 3, 4, 5, 6, 7, 8, 9, 10, 11-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. ഹിജറ 11-ന്. അപ്പോൾ അതിനിടയിൽ ഇനി ആ 11 തന്നെ റബീഉൽ അവ്വലിലായതുകൊണ്ട് അതിന് റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 റമദാനുകൾ കഴിഞ്ഞു പോയിട്ട് ഏതെങ്കിലും ഒരു റമദാനിൽ, ഹിജറ 2-നാണ് യുദ്ധം നടന്നതെങ്കിൽ ഹിജറ 3 ഉണ്ടാവുമല്ലോ, ആ ഹിജറ 3-ന് റമദാനും ഉണ്ടായിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളെ ഈ കഴിഞ്ഞ റമദാനിലാട്ടോ നമ്മളെ യുദ്ധം നടന്നത്, നമുക്കൊന്ന് ഓർക്കുക, എല്ലാവരും വേറൊന്നും വേണ്ട, എല്ലാവരും ഒന്ന് പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ അന്ന് മരിച്ചുപോയ, അന്ന് ഷഹീദായി പോയ 14ഓളം സ്വഹാബിമാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളിവിടെ നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിരുന്നോ? ഇല്ല. ശരി, എന്നാൽ 3-ൻ്റെ അന്ന് അല്ലെങ്കിൽ ഹിജറ 3-ന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിരിക്കാം, അന്ന് ചിലപ്പോൾ തടസ്സം വന്നു നോക്കാം. ഹിജറ 4 കഴിഞ്ഞു പോയില്ലേ? ഹിജറ 4-നും റമദാൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഹിജറ 5-നും റമദാൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഹിജറ 6-നും 7-നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഹിജറ 8-നാണ് മക്ക വിജയം നടക്കുന്നത്. അത് നടക്കുന്നതാകട്ടെ റമദാനിലാണ്, മക്ക വിജയം റമദാനിലാണ്. ആ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഅബത്തിൻ്റെ ഭാഗത്ത് വന്നു, അവിടെയുള്ള എല്ലാ ബിംബങ്ങളെയും മാറ്റി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ എന്നാൽ അവിടെ വെച്ചിട്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം, ഇതുപോലെ ഒരു റമദാനിലാണ് നമ്മുടെ ബദർ യുദ്ധം നടന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കുറേ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അന്ന് നിങ്ങളിൽ പല ആളുകളൊക്കെ എതിരാളി, എന്നിട്ടിപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും യഥാർത്ഥ ദീനിലേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരു സ്വലാത്ത് കൂടുതൽ ജലിക്കാണേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഞാനത് കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇനി അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്ത് ആരെങ്കിലും ഓർമ്മിപ്പിച്ചു കൊടുത്തോ? പ്രവാചകരെ ഇതേപോലെ തന്നെയാണ് ഒരു റമദാനിൽ നമ്മൾ കഴിഞ്ഞ് ഒരു 4 കൊല്ലം മുമ്പ് ഇതേപോലെ നടന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബിമാരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടി വന്നോ? അതുമില്ല. കാരണം അവരാരും തന്നെ ആ ഒരു ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ഒരു ആഘോഷമോ പ്രത്യേകമായ ഒരു ആചാരമോ പ്രത്യേകമായ വല്ല ഇബാദത്തുകളും കൂടുതലായിട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഖുർആനിലില്ല, ഹദീസിലില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 4 ഖലീഫമാർ ഭരണം നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേർക്ക് നേരെ ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ബദരീങ്ങളുടെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് വരണമെന്ന ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ രോഗിയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നോളിന്ന്. ബദർ യുദ്ധത്തിൽ ആദ്യത്തിൽ ഇറങ്ങിയ 3 പേരിൽ ഒന്ന് അലി റളിയല്ലാഹു അൻഹു ആണല്ലോ. ഈ 4 പേരുടെ സ്ഥാനം എന്തായാലും ഇന്നത്തെ ഉമ്മത്തിൽ ഒരാൾക്കുണ്ടാവില്ല. ഈ 4 പേര് ഭരണം നടത്തിയ 29.5 കൊല്ലക്കാലം എന്തായാലും റമദാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട ആരെങ്കിലും ഒരുപാട് നന്മകൾക്ക് ധർമ്മം ചെയ്തിട്ടുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്നേ ദിവസം റമദാനിനെ ഓർമ്മപ്പെടുത്തി, റമദാൻ 17-നെ ഓർമ്മപ്പെടുത്തി, ബദർ ദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ, ഒരു കാര്യമൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കുക, അതുണ്ടായോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ്. ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എടുത്തു പറഞ്ഞത്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ ലക്കാന ഉമർ, അത് ഉമറാകുമായിരുന്നു. അത്രയും ദീനീബോധമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു പുതുതായ ഒരു ഇബാദത്ത് റമദാനിൻ്റെ 17-ന് നിർവഹിച്ചോ? ഇല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനധർമ്മത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മദീന പള്ളി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖലീഫയായിട്ട് തന്നെ 10-ലധികം കൊല്ലം ജീവിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടോ എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് അതും ചെയ്തിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ബദർ യുദ്ധത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ 3 പേരിൽ ഒരാൾ. ആ അലി റളിയല്ലാഹു അൻഹുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇപ്പം ഞാൻ ഇടപെടണ്ട, പക്ഷേ അദ്ദേഹം ഖലീഫയായ സമയം ഉണ്ടായിട്ടുണ്ടല്ലോ, അന്ന് സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിയോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന് ആർക്കും പരിചയമില്ല ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വിശുദ്ധ ഖുർആനിലില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പഠിപ്പിക്കാത്ത, സ്വഹാബിമാർക്കാർക്കും പരിചയമില്ലാത്ത ഒന്ന് അതെങ്ങനെ ദീനിൻ്റെ ഭാഗമായി മാറും? അത് ചെയ്യാത്തവൻ എങ്ങനെ ബിദ്അയാണ് അല്ലെങ്കിൽ പുത്തൻവാദിയാണ് എന്ന് നമ്മൾ പറയും? അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ ബദരീങ്ങൾ വിട്ടേച്ചു പോയ ഒരു ആദർശമുണ്ട്. ആ ആദർശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും ഈ ബദരീങ്ങളോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്ന പല വാക്കുകളും ബദരീങ്ങളുടെ തുണ കൊണ്ട് രക്ഷപ്പെടുത്തണേന്ന, ബദരീങ്ങൾക്ക് അവരുടെ തുണയും അവരുടെ പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും ജീവിക്കുന്നത്. നേർക്ക് നേരെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ തന്നെയുണ്ട്, സഹായം തേടുന്നവരുണ്ട്. വീടാൻ പോകുമ്പോൾ ബദരീങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകൾ അല്ലേ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട്. ഒന്ന് വീഴാൻ പോകുമ്പോൾ ബദരീങ്ങളെന്ന് വിളിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ബദരീങ്ങൾ എൻ്റെ കുട്ടിനെ കാക്കണേന്ന് പറയും. സത്യത്തിൽ അങ്ങനെ വിളിക്കേണ്ടവരാണോ ബദരീങ്ങൾ? ബദരീങ്ങൾ ആരെയാ വിളിച്ചത്? ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പ്രാർത്ഥിച്ചത്? ബദരീങ്ങൾ ആയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തലേ ദിവസം ആരോടാ പ്രാർത്ഥിച്ചത്? ബദറിൻ്റെ അന്ന് പ്രാർത്ഥിച്ചത് ആരോടാ? എല്ലാം അള്ളാഹിനോട്. അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മാത്രം സഹായം തേടണം. ഇതാണ് ബദരീങ്ങളുടെ വിശ്വാസം. എന്നാൽ ബദരീങ്ങളോട് യുദ്ധം ചെയ്ത ആളുകളോ? അവർ നേരെ വിപരീതമായിരുന്നു. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹിനോടും പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുക എന്നൊരവസ്ഥയിലേക്കാണ് എത്തിയത്. അതുകൊണ്ടാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും, ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത്, ബദരീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അയാൾ പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 2 സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതമായതിനെ നീ വിജയിപ്പിക്കണേ എന്ന് അല്ലാഹും മൻസൂർ എന്നാ പറഞ്ഞത്. അള്ളാഹുവേ എന്ന് വിളിച്ചിട്ടാണ് പറയണത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അബൂ ജഹൽ സ്വഹാബിയാണെന്നല്ല, അബൂ ജഹൽ മുസ്ലിമാണെന്നല്ല, അബൂ ജഹൽ മുശ്രിക്ക് തന്നെയാണ്, സംശയമല്ല. പക്ഷെ വിളിച്ചത് അള്ളാഹിനെയാണ്.
പിന്നെ എന്തേ അവർക്കിടയിലുള്ള പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പറഞ്ഞു അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അബൂജഹലോ അള്ളാഹിനെയും വിളിക്കുക മറ്റുള്ളവരെയും വിളിക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് പോയത്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ബദരീങ്ങളോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് പലരും ബദരീങ്ങളോട് തൻ്റെ ആവശ്യങ്ങൾ, വേവലാതികൾ, ആവലാതികൾ പറയുമ്പോൾ, രോഗം മാറ്റിത്തരാൻ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായിട്ടാണ് അവസാന കാലത്ത് കടിച്ചു കൂട്ടിയത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? തൻ്റെ വിപത്തുകളും പ്രയാസങ്ങളിൽ നിന്നും ബദരീങ്ങളെ കാത്തിരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ ബദരീങ്ങളിൽപ്പെട്ട ആദ്യമായിട്ടിറങ്ങിയ അലി റളിയല്ലാഹു അൻഹു ശത്രുവിൻ്റെ കുത്തേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിൻ്റെ കുത്തേറ്റുകൊണ്ടാണ് മരണപ്പെടുന്നത്. ആദ്യമായിട്ടിറങ്ങിയ ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിൻ്റെ ചാട്ടുളി കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്, അത് ഏറ്റിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബദരീങ്ങളെ വിളിച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയണത്, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണത്, ദാരിദ്ര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് പ്രിയപ്പെട്ടവരെ ശരിയാണോ? ബദരീങ്ങൾ അതാണോ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല പറയണത്. നമ്മൾ സ്വയം പരിശോധിക്കാം. ഈ പറയപ്പെട്ട ബദരീങ്ങൾ ഏതൊരു ദീനനുസരിച്ച് ജീവിച്ചോ അതനുസരിച്ച് ജീവിക്കലല്ലേ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴി? എങ്കിൽ ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തണം. യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട്, ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ബദരീങ്ങളെ ആദരിച്ചുകൊണ്ട്, അവരുടെ ദീൻ എന്താണോ ആ ദീൻ ഉൾക്കൊണ്ട്, അവർ ആരോട് പ്രാർത്ഥിച്ചോ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക.